ഹലോ. പ്രവീൺ അല്ലേ? ആ അതെ. ഒരു ഓഡീഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു? അത് സെലക്ട് ആയിരുന്നു കേട്ടോ. ഏ തന്നെ? ഞാൻ പറയുന്ന സ്ഥലത്ത് വരണം. ആ വരാം. ലൊക്കേഷൻ വാട്സപ്പ് ചെയ്യാം. ഓക്കെ. എൻ്റെ പേര് തോമസ്. ഇതൊരു ഗവൺമെൻറ് പരിധിയിൽ വരുന്ന സ്ഥലമാണ്. ഇവിടേക്ക് അങ്ങനെ ആർക്കും എളുപ്പത്തിൽ അകത്ത് കിടക്കാനോ പുറത്തു പോകാനോ സാധിക്കില്ല. അതുപോലെ തന്നെ മൊബൈലും അകത്ത് കടത്തിവിടില്ല. സെക്യൂരിറ്റിയുടെ പേര് പറഞ്ഞാൽ മതി, അവർ അകത്ത് കടത്തിവിടും. ഹായ് ബ്രോ. ഇവിടെ എവിടെയെങ്കിലും ഓഡീഷൻ നടക്കുന്നതായി അറിയോ? എന്തോ ബ്രോ, എനിക്കറിയില്ല. ആ അറിഞ്ഞൂടല്ലേ. ഓ എന്തൊരു വെയില്. ഈ വെയിലത്തൊക്കെ ആരടാ ഓഡീഷൻ വെക്കണ? ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. സമയമെങ്കിൽ പോവായിരുന്നു പുല്ല്. അതെ, ഈ ഫോൺ എങ്ങനെ കയറ്റി? ഒന്ന് തരുമോ? ഞാൻ ഒരു കോൾ വിളിച്ചോട്ടെ. ഇതെന്താ ഇത്? വേണ്ട മോളെ, നീ എന്നെ വെച്ചോ. ഫോണ് വേണോ? ഓ ഉണ്ടോ? ആ താങ്ക് യു. പുല്ല്. മോളെ എന്നെ വെച്ചോ. ഇന്നലെ കളിക്കാൻ പോയിട്ട് എന്തായി? തോറ്റ്. ഞാനൊക്കെ ഭയങ്കര വീശിലായിരുന്നു. അടുത്തൊന്നും അവർക്ക് ചൂട് പോലും അറിഞ്ഞില്ല. അന്യായ കളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊന്നും പറയണ്ട. വൈകിട്ടാണെങ്കിൽ നല്ല മഴയും. റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ റോഡാണോ തോടാണെന്ന് അറിയാൻ വയ്യ. അമ്മാതിരി വെള്ളം. പിന്നെ എങ്ങനെയൊക്കെയോ പോയി. ഓപ്പോസിറ്റ് കാറ് വന്ന് ദേഹത്ത് വെള്ളം തെറിപ്പിച്ച് ദേഹം മൊത്തം ചെടിയായി. പിന്നെ മഴയായിട്ട് കുഴപ്പമില്ല. മഴയല്ലേ? ആ. എത്ര മണിക്ക് ട്രെയിന്? 6 മണിക്ക്. ഓ ആ. ഹായ്. ഹായ്. എന്താ പേര്? പ്രവീൺ. ഓ, ഇവിടെ എന്താ? ഞാൻ ഒരു ഓഡീഷൻ വന്നേ. ഓ പോവാ. ആ ഓക്കെ. ഇതെവിടെന്നു? सपनों के धागे उलझे सुलझे दिल के कोने में बातें महके चलते चलते दिल से मिलते. എടാ നേമനിപ്പോ ഒരു സാധനം കൊണ്ടുവന്നേക്കാം. എന്താ? ഇത് പണ്ട് അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ മറന്നുപോയി. അതൊക്കെ ഒരു കാലം. അങ്ങനെ മുട്ടും. തോമസിനെ അറിയോന്ന് ചോദിച്ചു നോക്കാം. ഹായ്. ഹായ്. തോമസിനെ അറിയാമോ? ഇല്ല. ഇല്ലേ? പേരെന്താ? അഞ്ജലി. ഓ ഞാൻ പ്രവീൺ. തോമസ് പറഞ്ഞ എന്റെ അടുത്ത് ഇവിടെ വന്ന് വെറുതെ ഇരിക്കാൻ. എന്നിട്ടൊന്നുമില്ല, ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. തന്റെ ഫ്രണ്ട് പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ. ഞാനിവിടെ വന്നിരിക്കുന്നു.
അതെ. അല്ല, എനിക്കങ്ങനെ ഈ തോമസിനെ വലിയ പരിചയമൊന്നുമില്ല. ഒരു ഓഡീഷൻ വിളിച്ചയാ, അതിനാ ഞാൻ ഇവിടെ വന്നിരിക്കണം. അഞ്ജലി ഓഡീഷൻ വന്നതാണോ? നൈസ്, അവോയ്ഡ് ചെയ്ത്. ഏത് ബുക്ക് വായിക്കണം? ബി കെയർഫുൾ വാട്ട് യു വിഷ് ഫോർ. വേണ്ട, ഡാർക്ക്. തോമസ് ഇവിടെ എവിടെയോ ഇരിക്കണം എന്നാണല്ലോ പറഞ്ഞത്. ഹായ്. ഹായ് പ്രവീൺ. എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ വന്നിരുന്നു. പക്ഷെ ഞാൻ അവിടെ തോമസിനെ കണ്ടില്ല. അവിടെ അന്വേഷിച്ചപ്പോൾ ഒരു ഓഡീഷൻ നടക്കുന്നതായിട്ട് അറിയാൻ പറ്റിയില്ല. അറിയാം, പക്ഷെ ഞാൻ പ്രവീണിനെ കണ്ടായിരുന്നു. ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇനി ഞാനാണെന്ന് വെച്ചാൽ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറെ കണ്ടോളൂ. ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഞാൻ പ്രവീണിന്റെ പ്രൊഫൈൽ സെലക്ട് ചെയ്തത്. കാരണം ഈ കഥാപാത്രം കൈകാര്യം ചെയ്യുന്ന ആളിന് ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവണം. മാത്രമല്ല വിരസത ഉണ്ടാവാൻ പാടില്ല. ഇന്നെന്നെ പാർക്കിൽ കാണാത്തോണ്ട് പ്രവീണിന് കുറച്ചു നേരം നിന്നിട്ട് പോകാമായിരുന്നു. പക്ഷെ പ്രവീൺ ഉടനെ പോയില്ല. അതാണ് പ്രതീക്ഷ. വൈകിട്ട് വരെ ഇരുന്നു. അതാണ് വിരസതയില്ലായ്മ. ആണോ? അപ്പൊ ഓഡീഷൻ കഴിഞ്ഞോ? ഞാൻ ഓക്കെ ആണോ? യെസ്. ഇനിയെല്ലാം പ്രവീണിന്റെ കയ്യിലാണ്. അതിനു മുമ്പ് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ. പ്രവീണിന് ഈ മെത്തേഡ് ആക്ടിങ് എന്താണെന്നറിയാം? ഇല്ല, കേട്ടിട്ടുണ്ട്. അഭിനേതാക്കൾ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ വികാരങ്ങൾ മനസ്സിലാക്കാനും അനുഭവിക്കാനും വേണ്ടി ഒരു അഭിനയ ശൈലിയാണ് മെത്തേഡ് ആക്ടിങ്. അവർക്ക് ആ കഥാപാത്രമായി ജീവിക്കേണ്ടി വരും ദിവസങ്ങളോ മാസങ്ങളോളം. ആ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രവീൺ ഇവിടെ ഒരു കഥാപാത്രമായി അഭിനയിക്കേണ്ടി വരും. സിനിമയിലല്ല, ജീവിതത്തിൽ. എനിക്ക് മനസ്സിലായില്ല. എല്ലാം വഴിയെ മനസ്സിലാവും. അവിടെ ചെന്നാ മതി. നാളെ ചെല്ലണോ? അതെ, വെറുതെ വേണ്ട. പെർ ഡേ 1000 രൂപ. 1000 രൂപ? എത്ര ദിവസം പോണം ഞാൻ? അതൊക്കെ പറയാം. അവിടെ ചെന്നിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? സെയിം കാര്യം, അവിടെ ചെന്നിരുന്നാ മതി. ബ്രോ, നമ്മൾ ഇന്നലെ കണ്ടില്ലായിരുന്നു? ഇല്ല, ഞാൻ ഇവിടെ ആദ്യമായിട്ടാ ബ്രോ. ആദ്യമായിട്ടാ പറഞ്ഞു? അതെന്താ അങ്ങനെ പറഞ്ഞു? ഇനി അവ എന്നെ മറന്നുപോയി കാണും. ഇതോ അഭിനയിക്കണായിരിക്കും. മെത്തേഡ് ആക്ടിങ് ആയിരിക്കും അല്ലേ? ഏയ്, ഇതെന്ത് മെത്തേഡ് ആക്ടിങ്? ഇന്നലെ കളിക്കാൻ പോയിട്ട് എന്തായി? തോറ്റ്. ഞാനൊക്കെ ഭയങ്കര വീശിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊന്നും പറയണ്ട. എങ്ങനെയൊക്കെയോ പോയി. ഓക്സിജൻ കാലം ഒന്ന് ചേർത്ത് വെള്ളം നിർമ്മിച്ച് കുഴപ്പമില്ല. എത്ര മണിക്ക് ട്രെയിൻ? 6 മണിക്ക്. ഹായ്. ഹായ്. എന്താ പേര്? പ്രവീൺ. ഓ, ഇവിടെ എന്താ? ഓഡീഷൻ വന്നേ. ഓ, പോവാം. ഓക്കെ. ഇന്നലെ കേട്ട അതേ പാട്ട്. सपनों के धागे उलझे सुलझे അതേ പാട്ട്, അതേ ആൾക്കാര്, അതേ ഡ്രസ്. ഇത് മെത്തേഡ് ആക്ടിങ് ആയിരിക്കും. എനിക്ക് ആകെ വട്ടാവണം. ഇവര് ഇവരല്ലേ ഇന്നലെ ഞാൻ കണ്ടത്? ഹായ്. ഇന്നലെ വായിച്ച അതേ പേജാണല്ലോ വായിക്കുന്നത്? സോറി, അല്ല, ഇന്നലെ വായിച്ച പേജാണല്ലോ വായിക്കുന്നതെന്ന് പറയുമായിരുന്നു. മനസ്സിലായില്ല. നിങ്ങൾക്ക് ആള് മാറിയതാന്ന് തോന്നുന്നു. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അല്ല, നമ്മൾ ഇന്നലെ കണ്ടായിരുന്നല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ആദ്യമായിട്ടാ? പക്ഷെ ഇന്നലെ
മനസ്സിലാവുന്നില്ലല്ലോ. അവരെന്നെ അറിയാത്ത പോലെ അഭിനയിക്കുവാണോ അല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. ശരിക്കും ആളെ പറ്റിക്കാനാണോ നിങ്ങൾ എന്നെ അങ്ങോട്ട് വിട്ടെ? പറ്റിക്കാനാണെങ്കിൽ പിന്നെ എന്തിന് പൈസ തരണം? ഇത് ഓഡീഷൻ അല്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞ മെത്തേഡ് ആക്ടിങ്ങോ അല്ല, ഇത് വേറെ എന്തോ ആണ്. ഓഡീഷന്റെ പേരിൽ നിങ്ങൾ ഇവിടെ വേറെ എന്തോ നടത്തുവാണ്. എന്താണെന്ന് പറഞ്ഞു. പ്രവീണിന് ദേജാവ് എന്താണെന്നറിയോ? മുൻപ് അനുഭവിച്ച അനുഭൂതി, ആദ്യമായി അനുഭവിച്ച ഫീലാണ് ദേജാവ്. പ്രവീൺ അവിടെ കണ്ട ആളുകൾക്ക് ഒരു അസുഖമുണ്ട്, ക്രോണോസ്റ്റാറ്റിക് അംനേഷ്യ. അതൊരു മറവി രോഗമാണ്. പുതിയ ഓർമ്മകൾ ഉണ്ടാകുന്നില്ല. ഓരോ ദിവസവും എണീക്കുമ്പോൾ തലേ ദിവസം നടന്ന സംഭവം മറന്നുപോകുന്നു. അവർ ഓരോ പർട്ടിക്കുലർ ഡേറ്റിൽ സ്റ്റക്കാണ്. അവർ ഓരോ ദിവസം എണീക്കുമ്പോഴും അവർ ചിന്തിക്കുന്നത് ഇന്ന് ഓഗസ്റ്റ് 1 ആണെന്നാണ്. ഓഗസ്റ്റ് 1 ശേഷമുള്ള ദിവസങ്ങൾ അവർക്ക് ഓർമ്മയില്ല. ഇന്ന് ഓഗസ്റ്റ് 1 അല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതവരുടെ മാനസികാവസ്ഥയെ വല്ലാതെ ബാധിക്കും. ഇതൊന്നും അറിയാതെ ഒരു സാധാരണ ദിവസം ജീവിക്കും പോലെ അവർ ജീവിക്കുന്നു. അതിലൊരാൾ അഞ്ജലിയാണ്. ഓഗസ്റ്റ് 1 അഞ്ജലിയും അച്ഛനും ഒരുമിച്ച് ബീച്ചിൽ പോകുന്ന വഴി ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റിൽ അഞ്ജലിയുടെ അച്ഛൻ മരിച്ചു. അഞ്ജലിക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായി. അതിനുശേഷം ജൂലൈ 31 വരെയുള്ള കാര്യങ്ങളെ അവൾക്ക് ഓർമ്മയുള്ളൂ. അഞ്ജലി ഓരോ ദിവസം എണീക്കുമ്പോൾ ഓഗസ്റ്റ് 1 ആണെന്നാണ് അവളുടെ വിചാരം. ഓഗസ്റ്റ് 1 റീക്രിയേറ്റ് ചെയ്യണം, അതിനൊരാൾ വേണം. അതാണ് പ്രവീൺ. നിങ്ങൾ ആരാണ്? എന്തിനാണ് അവരെ പിടിച്ചു വെച്ചേക്കുന്നത്? നമ്മൾ പിടിച്ചു വെച്ചതല്ല, ഇതൊരു ഗവൺമെന്റ് റിസർച്ച് സ്ഥലമാണ്. ഞാൻ സൈക്കാട്രിസ്റ്റ് തോമസ്. അവിടേക്ക് ആർക്കും അങ്ങനെ എളുപ്പത്തിൽ അകത്തേക്ക് കിടക്കാനോ പുറത്തേക്ക് പോകാനോ സാധിക്കില്ല. നമ്മൾ കുറച്ചു നാളുകളായി ഒരു റിസർച്ചിലാണ്. അതിന്റെ ഭാഗമാണ് ഇവരെല്ലാം. ഇവരുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ആക്ടേഴ്സ് വേണം. അങ്ങനെയാണ് പ്രവീണിലേക്ക് എത്തിയത്. നമ്മുടെ ലക്ഷ്യം ക്രോണോസ്റ്റാറ്റിക് അംനീഷ്യയ്ക്ക് ഒരു ക്യൂർ കണ്ടെത്താൻ സാധിക്കുമോ എന്നാണ്. ഓഹോ, അപ്പൊ ഓഡീഷൻ എന്നൊക്കെ പറഞ്ഞ വെറുതെ ആണല്ലേ? ആണ്, പക്ഷേ അല്ല. അവിടെ വെച്ച് കണ്ട ചില ആളുകൾ പ്രവീണിനെ പോലെ അഭിനയിക്കാമെന്നവരാണ്. അവരെ ഓൾറെഡി സിനിമയിലെടുത്തു. അതിൽ പലരും ഇവിടെ വന്ന് അഭിനയം പഠിച്ചത്. പ്രവീണിന് അതുപോലെ ആവും. പിന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യും. പിന്നെ പേയ്മെന്റും ഉണ്ട്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അഞ്ജലി നിന്റെ പേരാണ്. പ്രവീണിന് മുമ്പ് അഞ്ജലിയെ നോക്കിക്കൊണ്ടിരുന്ന വേറൊരാളായിരുന്നു. അയാൾ പോയി. അങ്ങനെയാണ് പ്രവീണിനെ സെലക്ട് ചെയ്തത്. നീ എല്ലാ ദിവസവും ഓഗസ്റ്റ് 1 റീക്രിയേറ്റ് ചെയ്യണം. അഞ്ജലിയുടെ മനസ്സ് തളരാതെ നോക്കണം. എല്ലാ ദിവസവും ഒരേ ഡ്രസ്സ് തന്നെ ഇടണം. കളറ് മാറിയാൽ ചിലപ്പോൾ അത് അവളെ ബാധിക്കും. പക്ഷേ അവക്കത് ഓർമ്മയില്ലല്ലോ, പിന്നെന്താ? അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ അവൾക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നിന്നെ കണ്ടത് ഒരു ദേജാവ് പോലെയായിരിക്കും അവൾക്ക് തോന്നുക. പക്ഷേ ഡ്രസ്സിന്റെ കളർ അവളെ മെന്റലി കൺഫ്യൂസ്ഡ് ആക്കും. അത് അവളുടെ ഓർമ്മകളെ റീകണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ സൂക്ഷിക്കണം. പ്രവീണിന് മനസ്സിലായില്ലേ? ശരി, പൊയ്ക്കോ. ശരി, ഓക്കെ. ഞാൻ അവിടെ കുറച്ച് പേർ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരുന്ന കണ്ടു. ലൈക്ക് ടേപ്പ് റെക്കോർഡർ, ടോയ്സ്. എന്തിനാ അവർ ആ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്? അതൊക്കെ ഒരു സമയത്ത് അവരുടെ ലൈഫിലെ ഭാഗമായിരുന്നു. ബുക്സ്, ബ്രിക്ക് ഗെയിംസ്, ടോയ്സ്, സ്റ്റാമ്പ് ബുക്ക്, പഴയ മ്യൂസിക്കുകൾ. ഇതൊക്കെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഓർമ്മകളെ ട്രിഗർ ചെയ്യും. അഞ്ജലിക്കും ഉണ്ടാകും. നീ കണ്ടെത്തണം. ഹായ്, ഞാൻ പ്രവീൺ. അഞ്ജലി എന്നല്ലേ പേര്? അതെ. ആ, നാളെ അച്ഛനായിട്ട് ബീച്ചിൽ പോകാൻ നിൽക്കുമല്ലേ? ആ അതെ. വായിക്കുന്ന ബുക്ക് വാട്ടിയോ? അല്ലല്ല, അയ്യോ, ആ ബി കെയർഫുൾ വാട്ട് യു വിഷ് ഫോർ എന്ന ബുക്കല്ലേ? അതെ. പേജ് നമ്പർ 129 അല്ലേ വായിക്കുന്ന? അല്ല. അല്ലേ? ആണ്. ഓ, എടുത്തു ചാട്ടമായി പോയാ. ഹായ്, ഞാനൊരു മെന്റലിസ്റ്റാണ്. എനിക്ക് അഞ്ജലിയോട് ഒരു 10 മിനിറ്റ് സംസാരിക്കണം. നിനക്ക് എന്റെ പേരെങ്ങനെ അറിയാം? വീണ്ടും മുഞ്ചി. ഹായ്, ഞാൻ പ്രവീൺ. ഞാൻ മെന്റലിസ്റ്റാണ്. കുറച്ച് കാര്യം ചോദിക്കാറുണ്ട്. ഓക്കെ.
ഇയാളുടെ പേരിന്റെ ആദ്യത്തെ ലെറ്റർ ഒന്ന് മനസ്സിലാലോചിക്കാൻ പറ്റുമോ? ഈ അഞ്ജലി എന്നല്ലേ പേര്? അതെ. നീ വായിക്കുന്ന ബുക്ക് ബി വെച്ചാണ് തുടങ്ങുന്നത്. ബി വെച്ചാ തുടങ്ങുന്നത്. ബി കെയർഫുൾ വാട്ട് യു വിഷ് ഫോർ എന്ന ബുക്കല്ലേ? അതെ. അതിന്റെ പേജ് നമ്പർ ഞാനൊന്ന് ഗസ് ചെയ്യട്ടെ. 128 അതെ. യാ, ഐ നോ. അഞ്ജലിക്ക് ഇഷ്ടപ്പെട്ട കളറ് ബ്ലാക്ക് അല്ലേ? അല്ല, ഗ്രീൻ ആണ്. പുല്ല്. വീണ്ടും തെറ്റിച്ചല്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ. ഹായ്, അഞ്ജലിക്ക് ഇഷ്ടപ്പെട്ട കളറ് ഗ്രീൻ അല്ലേ? അതെ. എനിക്കറിയാം. അഞ്ജലിക്ക് പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലം ബീച്ച് അല്ലേ? അല്ല, ഹിൽ സ്റ്റേഷൻ ആണ്. മയിരി. ഇപ്രാവശ്യം അവളെ വീഴ്ത്തും. ഹിൽ സ്റ്റേഷൻ അല്ലേ അഞ്ജലിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം? അതെ. അഞ്ജലി അഞ്ജലി നിന്നാമം ഒരു മൃദുവായ രാഗം. അഞ്ജലി അഞ്ജലി ഹൃദയം പടരുന്നൊരു കനകം. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇതുവരെയായിട്ടും ബീച്ചിൽ പോയിട്ടില്ല. ബീച്ചിൽ പോയിട്ടില്ലേ? അതെന്ത് പറ്റി? എൻ്റെ അച്ഛൻ്റെ പേടി കാരണമാണ്. എനിക്കൊരു അനിയൻ കൂടി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും പണ്ട് ബീച്ചിൽ പോയപ്പോൾ അവിടെ വെച്ച് അവനെ നഷ്ടമായി. അച്ഛനതൊരിക്കലും താങ്ങാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അച്ഛൻ എന്നെ വിട്ടിട്ടില്ല. കുറേ നാൾക്ക് ശേഷമാണ് അച്ഛനെ ബീച്ചിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. അത് നാളെയാണ്. അഞ്ജലി എന്തായാലും നാളെ ബീച്ചിൽ പോകും. അത് നടക്കില്ല. നമ്മുടെ കോമ്പൗണ്ട് ഇട്ട് പുറത്തു പോകുന്ന അത്ര സേഫ് അല്ല. അതുപോലെ തന്നെ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ഒരു ശീശ്വര വരെ വരാം. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ബീച്ചിൽ പോകണമെന്നുള്ളത്. അവളുടെ അച്ഛൻ മരിക്കും മുമ്പ് ആൾക്ക് വാക്ക് കൊടുത്തതാണ്. നമുക്ക് ആഗ്രഹം സാധിച്ചു കൊടുത്തൂടെ? അവൾ എൻ്റെ അടുത്ത് എപ്പോഴും ഈ കാര്യം പറയും. അവളെ സ്നേഹിക്കുന്ന അച്ഛനില്ലെന്ന് പറഞ്ഞാൽ അവളെ മെന്റലി ബാധിക്കും. പിന്നെ നീ എന്ത് പറഞ്ഞു കൊണ്ടുപോകും? അതൊക്കെ എനിക്കറിയാം. അവളെ എനിക്ക് ഇത്രയും ദിവസമായിട്ട് അറിഞ്ഞൂടെ? അവളെ കൊണ്ട് ഞാൻ കൺവിൻസ് ചെയ്യിച്ചോളാം. നമുക്കൊരു ദിവസം നോക്കാം. ഒരു ദിവസം. എല്ലാ പേഷ്യൻസും ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. എല്ലാ ദിവസവും രാവിലെ അവരുടെ ബ്രെയിൻ റീസ്റ്റാർട്ട് ചെയ്യും. അവർ ഈ കോമ്പൗണ്ടിനുള്ളിൽ എപ്പോഴും നിരീക്ഷണത്തിലാണ്. എല്ലാ ദിവസവും കാണുന്ന സ്ഥലമായതുകൊണ്ട് അവരുടെ മനസ്സിൽ ദേജാവ് പോലെയായിരിക്കും ഇപ്പം. പുതിയൊരു സ്ഥലമാകുമ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്തു പോവുകയാണ്. അത് അവളെ എങ്ങനെ ബാധിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. ഈ പന്നീന. എടോ, ഇയാളുടെ മോളെ ഒന്നല്ലല്ലോ ചോദിച്ചത് ഞാൻ. അങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് ഇരിക്കല്. ഇവിടെ നീ വീട്ടിൽ കൊണ്ട് പൂട്ടിടാ പാട്ടി. സാറല്ലേ പറഞ്ഞത് മെമ്മറീസ് റീകളക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും സന്ദർഭം ഉണ്ടാക്കണം എന്ന്. അവൾക്ക് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കണമെന്ന്. എനിക്ക് തോന്നുന്നത് അവള് ബീച്ചുമായിട്ട് എന്തോ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്കൊന്ന് കൊണ്ടുപോയി നോക്കാം. ഒരു ട്രൈ. സാറൊന്ന് ചിന്തിച്ചു നോക്ക്. അതൊരു സാധ്യതയാണ്. ഒറ്റ ദിവസം, അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പിന്നെ വേണ്ട. തന കുളിച്ചിരുന്ന് ആലോചിക്കാതെ സമ്മതിക്കടോ. ഓക്കെ. ഈ തിരകൾക്കൊരവസാനമില്ലല്ലേ? ലൂപ്പ് പോലെ ഇരിക്കുന്നു. ഇറ്റ്സ് വണ്ടർഫുൾ. താങ്ക് യു പ്രവീൺ. ഒരു ദിവസം മാത്രമേ കണ്ടിട്ടുള്ളെങ്കിലും ഒരുപാട് കാലത്തെ പരിചയമുള്ള പോലെ. അഞ്ജലി ഹാപ്പി അല്ലേ? പിന്നെ ഐ എം വെരി ഹാപ്പി. പക്ഷെ അച്ഛനൊത്തു വരണമെന്നായിരുന്നു ആഗ്രഹം. അച്ഛൻ നാളെ വരും. പ്രവീണിന്റെ അച്ഛനെ അറിയോ? അച്ഛനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അഞ്ജലിയുടെ അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഞ്ജലിയുടെ അച്ഛനാ പറഞ്ഞ അഞ്ജലി ബീച്ചിൽ കൊണ്ടുവരാൻ. അച്ഛനെ എങ്ങനെ അറിയാം? അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അച്ഛൻ നാളെ വരുമ്പോ പറയും. ഇതെന്ത് പറ്റിയ? എന്തോ വെച്ച് കുത്തിയ പോലെ ഉണ്ട്, പക്ഷെ എനിക്കറിയില്ല. അത് പോട്ടെ. കടലിറങ്ങണ്ടേ? കാലം നനയും. പിന്നെ എന്തിനു ബീച്ചിലോട്ട് വന്നു? എന്നാ ഇറങ്ങാല്ലേ? ഇറങ്ങ്. വാ. ഇല്ല, നീ പൊക്കോ.
ഒരു പുഞ്ചിരി ചിറകുള്ള മിഴികൾ ഞാൻ കാണുമോ അഞ്ജലി അഞ്ജലി നിന്നാമം ഒരു മൃദുവായ രാഗം പ്രവീൺ അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കാർ ഓട്ടിക്കാണ്. ഭയങ്കരമായിട്ട് ഓട്ടിക്കും. കാണാനും എന്ത് രസം സത്യം പറഞ്ഞ. ഏ? ഹലോ, എവിടെയാ? ആ. എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാൻ പറയാൻ പോണ കാര്യം നീ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഇന്ന് ഓഗസ്റ്റ് 1 ജനുവരി മാസമാണ്, പുതിയ വർഷമാണ്. ഓഗസ്റ്റ് 1 നിനക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നത്. നിനക്ക് മറവിയുടെ അസുഖമുണ്ട്. നിന്റെ കയ്യിലെ പാട്, അതിലവർ വെക്കുന്ന മരുന്ന്, അതിലെനിക്ക് നല്ല സംശയമുണ്ട്. ഒന്ന് പോയേ. ഇത് തമാശയല്ല അഞ്ജലി, എനിക്ക് നിന്നെ കുറെ നാളായിട്ട് അറിയാം, അതുകൊണ്ടാ പറയുന്നത്. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ശരി, ഇതോ അവിടെ നിന്ന് ഇപ്പോൾ ഒരു പെങ്കൊച്ച് വരും, വേറൊരു പയ്യനും ഒരു പട്ടിയും കൂടെ വരും. അവര് സംസാരിച്ചു കഴിഞ്ഞ് വേറൊരു പയ്യൻ വന്ന് അവളെ പ്രപ്പോസ് ചെയ്യും. നീ വേണമെങ്കിൽ നോക്കിക്കോ. ആ പയ്യൻ ഇപ്പൊ വരും, തിരിഞ്ഞു പോയിക്കോ. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ഞാൻ എത്രാമത്തെ തവണയാണ് ഈ പ്രപ്പോസൽ കാണുന്നതെന്ന് നിനക്കറിയാമോ? അവക്ക് നിന്നെ പോലെ മറവിയാണ്, അതുകൊണ്ടാണ് ആ പയ്യെ എല്ലാ ദിവസവും വന്ന് പ്രപ്പോസ് ചെയ്യുന്നത്. നിനക്കിപ്പോഴും വിശ്വാസമില്ലേ? നീ വാ. ഇവിടെ എന്താണ് സംഭവിക്കണമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം. ഇവരെല്ലാവരെയും എനിക്കറിയാം. ഇവരെപ്പോൾ ഇവിടെ വരും, എന്താണ് ചെയ്യുന്നത്, എല്ലാം എനിക്കറിയാം. ഇവരെല്ലാവരും വീണ്ടും വീണ്ടും ഇതേ സമയം ഇതേ സ്ഥലത്ത് എല്ലാ ദിവസവും വരാറുണ്ട്. ഇവരെല്ലാം ലൂപ്പിലാണ്. അവരുടെ ഓർമ്മകൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാരും ലൂപ്പിലാണോ? എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, പക്ഷെ നീ ലൂപ്പിന്റെ ഭാഗമാണ്. നാളെ രാവിലെ എണീക്കുമ്പം നീ ഇതെല്ലാം മറക്കും. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ കള്ളം പറയുവാ. അഞ്ജലി പറയണ കേക്ക് നീ. എനിക്കൊന്നും കേക്കണ്ട. എന്റെ അച്ഛൻ നാളെ വരും. അഞ്ജലി, നിന്റെ അച്ഛൻ മരിച്ചുപോയി. അഞ്ജലി, പ്രവീൺ, ഇനി നിന്നെ കൊണ്ട് ആവശ്യമില്ല. എന്തുമാത്രം ചിലവാക്കിയാണ് റിസർച്ച് ചെയ്യുന്നത് അറിയാവൂ? റിസർച്ച് ഒരു ഫെയിലിയർ ആയ കുഴപ്പമില്ല, പക്ഷെ ആർക്കും ഒന്നും സംഭവിക്കില്ലെന്ന കോൺട്രാക്ട് നീ സൈൻ ചെയ്തിട്ടുണ്ട്. ആ പേഷ്യൻസ് ഒക്കെ ബ്രെയിൻ ഇഞ്ചുറി ഉള്ളവരാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാനിക്കാവും. പിന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് വളരെ പാടാണ്. എന്തോ ഭാഗ്യത്തിന് അഞ്ജലി ഇപ്പൊ നോർമലാണ്. നിങ്ങൾ പേഷ്യന്റിന്റെ കാര്യം മാത്രമാണ് നോക്കുന്നത്. അവിടെ അഭിനയിക്കാൻ വരുന്ന മറ്റുള്ളവരുടെ മാനസികാവസ്ഥ നിങ്ങൾ നോക്കുന്നില്ല. എല്ലാ ദിവസവും ഒരേ സ്ഥലത്തിരുന്ന് ഒരേ സമയത്ത് പോയി എനിക്ക് മനസ്സാകെ ഭ്രാന്തെടുത്തിരിക്കുവാണ്. അവിടെ എനിക്ക് ആകെ ഇഷ്ടം അവളെ മാത്രമാണ്. എത്രയെന്ന് പറഞ്ഞു നമ്മൾ ഈ കള്ളം പറയും? അവളുടെ അടുത്ത് ഉള്ളത് പറഞ്ഞാൽ അവൾ തിരിച്ച് ജീവിതത്തിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
എനിക്ക് അവളെ ഇഷ്ടമാണ്. നിനക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. നീ ഇനി വരണ്ട. സോറി. എനിക്ക് ഒരു 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 ദിവസം കൂടെ തന്നൂടെ? ഞാൻ അവസാനമായിട്ട് അവളെ ഒന്ന് കണ്ടിട്ട് ഞാൻ പൊയ്ക്കോളാം. ഞാൻ പ്ലീസ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇനി നിന്നെ ഞാൻ കൂടെ തിരിച്ചു വിടണോ? പ്ലീസ് ഒരു 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 പ്രാവശ്യവും കൂടെ. പിന്നെ എനിക്ക് അവളെ കാണാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, ഒരു ദിവസം. പക്ഷെ ഇന്ന് കാണിച്ച മണ്ടത്തരം നീ റിപ്പീറ്റ് ചെയ്യരുത്. ആ ഇല്ല. ഹായ്. ഹായ്. എന്നെ അറിയാമോ? ഉം. ഇല്ല. ഞാൻ ഇതുവരെയായിട്ടും ബീച്ചിൽ പോയിട്ടില്ല. എന്റെ പേര് ഞാൻ പ്രവീൺ. പ്രവീൺ.